സൂചോളം വൈഫൈക്ക് അന്വേഷിച്ച് നടന്ന് ഏറ്റവും ഒടുവിലായിട്ട് ചേട്ടന്റെ മുമ്പിൽ എത്തുന്നു. ചേട്ടനും അവന്റെ ബോക്സിംഗ് ക്ലബിലൊക്കെ ഈ വൈഫൈയും നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ ഹ്യുൻവുവിന്റെ പേരിലുള്ള ട്രോഫിക്ക് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹ്യുൻവുവിന് ബോക്സിംഗ് ഒക്കെ അറിയാമോ എന്നും സൂചോൾ ചോദിക്കുന്നു. ഹ്യുൻവുവിന് നന്നായി തന്നെ ബോക്സിംഗ് അറിയാം. അവനാകട്ടെ എതിരാളി ഏത് രീതിയിലായിരിക്കും ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടായിരിക്കും അവനും ഫൈറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹ്യുൻവുവും ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് എതിരാളിനെ തോൽപ്പിക്കുന്നു. ഒടുവിലായിട്ട് അയാളെ പോലീസിന് പിടിച്ചും കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ബ്രോക്കറും ഇപ്പോൾ ഉൺസിങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹെയ്നെ കാണുവാനായിട്ട് ആയിരുന്നല്ലോ ഉൺസിങ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും ആ കോൾസ് ഒക്കെ കട്ട് ചെയ്യുന്നു. ഞാൻ നിന്റെ അസുഖത്തിന്റെ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനോട് കൂടുതലായിട്ടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നിന്റെ ഗാർഡിയൻ ആകാതെ അതൊന്നും തന്നെ പറയിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ ഗാർഡിയൻ ആക്കുവാനായിട്ട് പോകുകയാണ്. നിന്റെ പേരൻസിന് ഒരു മകനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയല്ലേ നീയും നിന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ അവരുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത്. നീ തിരിച്ച് കമ്പനിയിലേക്കൊക്കെ വരികയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്ഥാനം ഞാൻ തിരികെ നൽകുന്നതായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു പ്രസ് കോൺഫറൻസും വയ്ക്കും. നിന്നെ രക്ഷിക്കുവാൻ പോകുന്നത് ഹ്യുൻവു അല്ല, മറിച്ച് ഞാനാണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും അതുവഴി സൂചോളും എത്തുന്നു. സൂചോളിന് ദേഷ്യം വന്നിട്ട് ഉൺസിങ്ങിനെ തല്ലുവാനൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും സൂചോളായിരുന്നു മറിഞ്ഞടിച്ച് നിലത്തൊക്കെ വീഴുന്നത്. നിന്നെ ഒരാളെ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു ഗതികേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സൂചോൾ പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും നിന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്നായിരുന്നു ഹെയ്നും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഡഹ ഇപ്പോൾ എവിടെയാണുള്ളതെന്നും അവൾക്ക് സുഖമാണോ എന്നുമൊക്കെ സൂചോൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഉൺസിങ്ങും അതിനൊന്നും തന്നെ മറുപടി പറയാതെ നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ അവർ 3 പേരും തിരിച്ചു നടക്കുമ്പോഴത്തേക്കും ഉൺസിങ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ആരോടും നീ പറയുവാനായിട്ട് പാടില്ല എന്നൊക്കെയാണ് ഹെയ്നും സൂചോളിനോട് പറയുന്നത്. സൂചോളിനോട് മാത്രമല്ല ചേട്ടനോടും പറയുന്നുണ്ടെങ്കിൽ പോലും ചേട്ടനും ആ ഒരു വിവരം എല്ലാം തന്നെ ചേച്ചീനെ അപ്പോൾ തന്നെ അറിയിക്കുന്നു. ഉൺസിങ്ങും ഡഹനെ കോൾ ചെയ്തിരിക്കുകയാണ്. അവളും ഉൺസിങ് പറഞ്ഞത് പ്രകാരം എല്ലാ രീതിയിലുള്ള അക്കൗണ്ട്സും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകട്ടെ ഫേക്ക് നെയിമിലൊക്കെയാണ് ജീവിക്കുന്നതും. അങ്ങനെ ഇരിക്കെ നീ സൂചോളിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉൺസിങ്ങിന്റെ അടുത്തും അവൾ ചോദിക്കുകയാണ്. ഉൺസിങ്ങും സത്യമൊന്നും പറയാതെ സൂചോൾ നിന്നെ കൊല്ലുവാനുള്ള ദേഷ്യത്തിലാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നിന്നെ കണ്ടുപിടിക്കുവാനായിട്ട് പാടില്ല എന്നും അവളെ അറിയിക്കുന്നു. അല്ലെങ്കിലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അവൻ എന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടാക്കും. എന്തായാലും പണ്ടത്തെ ആളല്ല, ഇപ്പോൾ അവന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഡാഹയും വിശ്വസിക്കുകയാണ്. പക്ഷെ അവൻ ഇപ്പോഴും ഡാഹയിനെ ഓർത്ത് കരയുകയായിരുന്നു. ഹ്യുനു ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുന്നതെങ്കിൽ പോലും ഹ്യുനുവിനെ കാത്ത് ഹെയ്നും നിൽക്കുന്നു. അവന്റെ മുഖത്തെ മുറിവൊക്കെ കാണുമ്പോഴത്തേക്കും അവളും ആകെ വിഷമിക്കുകയാണ്. അവളും അവന്റെ ശരീരത്തിൽ എവിടേക്കാണ് മുറിവുള്ളതെന്നൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ചോദിക്കുന്നു. ആ ഒരു ബ്രോക്കറും 3 പേരും കൂടി ചേർന്നിട്ടായിരുന്നു ഹ്യുനുവിനെ അറ്റാക്ക് ചെയ്തതെന്നും എങ്കിൽ പോലും അവനാണ് ജയിച്ചതെന്നും ഒക്കെ പറയുമ്പോഴത്തേക്കും ഇനിയെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നീ അവരെ തല്ലാനോ സത്യസന്ധത തെളിയിക്കുവാനോ നിൽക്കരുത്, മറിച്ച് അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടോണമെന്നാണ് ഹെയ്നും പറയുന്നത്. എന്നിട്ട് അവളും അവന് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നു. ഇനി ഇങ്ങനെയൊക്കെ തല്ലുണ്ടാക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുന്നതായിരിക്കും എന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഹ്യുനുവും അങ്ങനൊന്നും ചെയ്യുകയില്ല എന്നൊക്കെ അവൾക്കും വാക്ക് നൽകുന്നു. പിറ്റേ ദിവസം ഫുഡൊക്കെ കഴിക്കുവാനിരിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ ഹ്യുനുവിന്റെ മുഖത്ത് പരിക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പേരും തമ്മിൽ അടികൂടിയതാണോ എന്നൊക്കെ വീട്ടുകാർ ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുനു ബോക്സിംഗ് ഒക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല എന്ന് സൂചോൾ അറിയിക്കുന്നു. ഹ്യുനു ഏതൊരു മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവൻ അതിലെല്ലാം തന്നെ വിജയിക്കുമായിരുന്നു. എല്ലാ എക്സാമിനും കൊറിയയിലെ തന്നെ ടോപ്പ് 10 നിൽക്കുന്ന ആളാണ് അവൻ. ശരിക്കും പറയുകയാണെങ്കിൽ അവൻ ഏത് മേഖലയിൽ പോകണമെന്ന് അറിയില്ലായിരുന്നു. എല്ലായിടത്തും അവനായിരുന്നു മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛൻ പറയുകയും ശരിക്കും അച്ഛനെ പോലെയാണ് അവൻ ഉള്ളതെന്നൊക്കെ അറിയിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അമ്മേനെ പോലെയും ചേട്ടൻ അച്ഛനെ പോലെയുമാണ്. പക്ഷെ ഹ്യുൻവു മാത്രമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആരെ പോലെയാണെന്ന് അറിയത്തില്ലാത്ത ഒരേ ഒരാളെന്നൊക്കെ ചേച്ചിയും പറയുന്നു. സൂചോളാകട്ടെ അച്ഛനെ പോലെയാണെന്നൊക്കെ പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സൂചോളുടെ അച്ഛനും എന്തായാലും സൂചോൾ എന്നെ പോലെ അല്ലെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഹെയ്ൻ ശരിക്കും ഹെയ്ന്റെ അമ്മേനെ പോലെ തന്നെ സുന്ദരിയാണെന്നൊക്കെ ഹ്യുനുവിന്റെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ഹെയ്ന്റെ അമ്മയ്ക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതൊക്കെ ഇരിക്കുകയാണ്. 2 പേരുടെയും എക്സ്പ്രഷൻ കാണുമ്പോഴത്തേക്കുമാണ് അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലൊന്നും അല്ല എന്ന കാര്യവും അച്ഛൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉൺസിങ് വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ പറയുവാനായിട്ട് ഹ്യുനുവിന്റെ അടുത്തേക്കൊക്കെ സൂചോൾ എത്തിക്കുകയാണ്. പക്ഷെ ഹെയ്ൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനും സത്യം പറയുവാനായിട്ട് സാധിക്കുന്നില്ല. ഹെയ്നും ഹ്യുനുവിനോട് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വെക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അവന് മരുന്ന് വെച്ച് കൊടുക്കുകയും ബാൻഡേഡൊക്കെ ഒട്ടിക്കുകയും ചെയ്യുന്നു. ഹിനു ആദ്യമൊന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നീട് തിരിച്ചു വന്നിട്ട് ഈ ഒരു സമയത്തൊക്കെ പോകുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു.
നീ എന്റെ മുറിവുകളിലൊക്കെ മരുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം പഴയതുപോലെ ആയോ എന്നൊക്കെ ഹ്യുൻവു ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ, നമ്മൾ പണ്ട് വിവാഹം കഴിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് നിനക്ക് ഒന്നിച്ചിരിക്കുവാനായിട്ട് ഒരാൾ കൂടി ഉണ്ടായേനെ. അയാൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചേനെ. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനും കഴിഞ്ഞേനെ എന്നൊക്കെ ഹെയ്നും പറയുന്നു. ഇതിനു മുമ്പും പല നിമിഷങ്ങളിലും അവൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയതെന്ന് അറിയാതെ അവളുടെ അടുത്ത് ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചോദിക്കണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതൊന്നും ചോദിക്കുവാൻ സാധിക്കാത്തതിന്റെ വിഷമവും ഇപ്പോഴും അവന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എപ്പോഴും അവളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് അവനും പറയുന്നത്. ഉൺസിംഗ് ഇപ്പോൾ ചെയർമാനെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയിട്ടുള്ളതെന്നൊന്നും സൊൽഹിക്ക് അറിയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൊൽഹിയും തിരിച്ച് ചെയർമാനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉൺസിംഗിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഉൺസിംഗ് ആകട്ടെ എത്രയും വേഗം തന്നെ ഹെയ്നെ വിവാഹം കഴിക്കുവാൻ പോകുകയാണെന്നാണ് പറയുന്നത്. അവനും എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കുമെന്നും പറയുന്നു. ഓഫീസിലിരിക്കുന്ന ഹ്യുൻമൂനും ഒരു മെയിലൊക്കെ വരികയാണ്. അതിലാകട്ടെ അവനും ഇപ്പോൾ അഴിമതിയൊക്കെ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവന്റെ പൊസിഷനിൽ നിന്നും അവനെ പിരിച്ചുവിടുകയാണെന്നാണ് എഴുതിയിട്ടുമുള്ളത്. ഹ്യുനുവിന്റെ നിലവിലുള്ള വലിയ പൊസിഷനൊക്കെ പോയെങ്കിൽ പോലും ഇപ്പോഴും ചെറിയൊരു പൊസിഷനൊക്കെ അവനുണ്ട്. അങ്ങനെ ഇരിക്കെ ഉൺസിങ്ങും അവനെ കാണുവാനായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നീ ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്നൊക്കെ ഹ്യുനുവും ഉൺസിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. നാളത്തെ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് തെളിവുള്ളതെന്നൊക്കെ നീ തന്നെ കണ്ടോ എന്നായിരുന്നു ഉൺസിംഗം പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഹെയ്നെ കാണുവാനായിട്ട് താൻ പോയിട്ടുണ്ടായിരുന്നുവെന്നും അവൻ അറിയിക്കുന്നു. നീ അതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ ഹ്യുൻമോന്റെ അടുത്ത് ഉൺസിംഗ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇന്നലെ ആകെ തിരക്കിലായിരുന്നു. ആ ഒരു ബ്രോക്കറിനെ ഞാൻ അറസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നീയും അറിഞ്ഞില്ല എന്നൊക്കെ ഉൺസിംഗിന്റെ അടുത്ത് ഹ്യുൻമുവും ചോദിക്കുന്നു. ഹ്യുൻവുവും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് ഹ്യുൻവുവും മറ്റൊരിടത്തേക്കൊക്കെ മാറുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സ് സംസാരിക്കുന്നു അവൻ കേൾക്കുന്നു. അവനോട് ആരൊക്കെ സംസാരിക്കുന്നുണ്ടെന്നും അവനുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടെന്നും അറിയുവാനായിട്ടാണ് അവന്റെ നിലവിലുള്ള പൊസിഷനൊക്കെ മാറ്റിയിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ അവനോട് സംസാരിക്കുവാനായിട്ട് ചെല്ലുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പോലും ജോലി പോകാൻ സാധ്യതയുണ്ടെന്നാണ് അവരും പറയുന്നത്. ഗ്രേസ്കോയിനെ സോൽഹിയും വിളിപ്പിച്ചിരിക്കുകയാണ്. ഗ്രേസ്കോയോട് സിഒ ആയിട്ട് ഇവിടെ നിൽക്കുവാനായിട്ടാണോ അതോ ഉൺസിംഗ് പറഞ്ഞതുപോലെ വിദേശത്ത് കുറച്ച് പണവുമായിട്ട് ജീവിക്കുവാനാണോ തീരുമാനിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നു. ഗ്രേസ്കോയ്ക്കും സിഒ ആയിട്ട് ഇരിക്കുവാനായിട്ടായിരുന്നല്ലോ താല്പര്യം. അങ്ങനെയിരിക്കെ ഇപ്പോൾ നീ എന്റെ കൂടെ നിന്നിട്ട് ചെയർമാൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ നിന്നെ ഞാൻ ആ ഒരു കമ്പനിയുടെ സിഇഒ ആക്കുന്നതായിരിക്കുമെന്നൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ഗ്രേസ്കോയും ഇപ്പോൾ സ്റ്റാഫ്സിനെ വെച്ചിട്ട് ചെയർമാനെ കണ്ടെത്തുന്ന ശ്രമത്തിലാണ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതേ കാര്യങ്ങൾ, അതായത് ഉൻസിംഗ് ചെയർമാനെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ബിയോങ്ചെ മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് കൗൺസിലറെയും അവൾ കാണുകയാണ്. അമ്മയുടെ ടവലൊക്കെ തിരികെ നൽകിയതിനു ശേഷം ഞാനും കളഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തൂത്ത് കളയുവാനായിട്ടായിരുന്നു ഈ ഒരു ടവൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് ബിയോങ്ചെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഏറ്റവും വലിയ മണ്ടന്മാരാണ് പ്രശ്നം വരുന്ന സമയത്ത് കരയുന്നത്. പക്ഷെ ബിയോങ്ചെയും ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില മണ്ടന്മാരാകട്ടെ കരഞ്ഞു എന്ന കാര്യം തുറന്നു പറയുവാനും മടിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മണ്ടന്മാരല്ലാത്തവർ എന്താണ് ചെയ്യുക എന്നൊക്കെ ബിയോങ്ചെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർ മീറ്റ് കഴിക്കുകയാണ് ചെയ്യുക. അടുത്ത തവണ നിനക്ക് വിഷമമുള്ള സമയങ്ങളിൽ നീ മീറ്റ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ചിട്ട് കൗൺസിലർ പോകുകയാണ്. ഇത്രയും കാലം വില്ലേജിന്റെ ഹെഡായിട്ടിരുന്നത് അച്ഛനായിരുന്നല്ലോ. പക്ഷെ അച്ഛന്റെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വില്ലേജിന്റെ ഹെഡായി മാറിയിട്ടുമുള്ളത്. അച്ഛൻ ഒന്നാതെ വിഷമിച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താകട്ടെ എതിർ സ്ഥാനാർത്ഥിയുടെ കുറച്ച് ആളുകളുമായിട്ട് ഇവരുടെ കൂടെയുള്ള ഒരാൾ ചർച്ചയൊക്കെ നടത്തുന്നതും അച്ഛന് കേൾക്കുന്നു. പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് കുറച്ച് ലിസ്റ്റ് ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ഒരാളുടെ പേരൊക്കെ മാറ്റി. അതിനുശേഷം ആളുകളെ നോക്കി മാത്രമാണ് അവർ ജോലിക്ക് ആളുകളെ എടുക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഒരു കള്ളവാർത്തയും പ്രചരിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ കുറിച്ച് കൂടി അച്ഛന്റെ ഫ്രണ്ട് അറിയിക്കുമ്പോഴത്തേക്കും അച്ഛൻ ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കൗൺസിലറും ഒരാളുടെ അടുത്തു നിന്നും പവർ മറ്റൊരാളിലേക്ക് കൈമാറുന്നതും ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നതും ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. എപ്പോഴും അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നതും. ഇനി ആകട്ടെ അച്ഛൻ ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നത് പോലും തെളിയിക്കാത്ത രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും അവർ മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ കൗൺസിലർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ കൂടി കാണിക്കുന്നു. അച്ഛനും പിയറിന്റെ കൃഷിയൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ കുറെ അധികം ഭിത്തികളിലൊക്കെ അതിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ ആകട്ടെ പുതിയ വില്ലേജ് ഹെഡ് വന്ന് മായ്ച്ചു കളയുകയാണ്. അയാളും അയാളുടെ കൃഷിയായിട്ടുള്ള ആപ്പിളൊക്കെ അവിടെ പുതിയതായിട്ട് വരച്ചു ചേർക്കുവാനായിട്ടായിരുന്നു തീരുമാനിച്ചിട്ടുമുള്ളത്. ഒട്ടും തന്നെ റെസ്പെക്ട് പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അയാളും അച്ഛന്റെ അടുത്തൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ടഹയുടെ അടുത്ത് നിന്നും എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഒക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വൈഫൈ ഉള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് സൂചോളും. അങ്ങനെ ഇരിക്കെ ഹോയുള്ള ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പാകട്ടെ ഡഹയും സൂചോളും ഒന്നിച്ചിരുന്ന് ഗെയിമൊക്കെ കളിച്ചത് അവനും ഓർക്കുന്നു.
അവനും ഒട്ടും തന്നെ ശ്രദ്ധയില്ലാതെ ആയിരുന്നു ഗെയിം കളിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ഡാഹയാണ് അന്ന് അവനെ വഴക്ക് പറഞ്ഞിട്ട് നീ എപ്പോഴും പിന്നിലേക്കൊരു കണ്ണും കൂടി വെക്കണം, ഇല്ലായെങ്കിൽ ആളുകൾ വന്ന് നിന്നെ ആക്രമിച്ചിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിച്ചൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് എല്ലാം തന്നെ പഴയതായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇതുപോലത്തെ വെപ്പൺസ് പോലും യൂസ് ചെയ്യുകയില്ല എന്ന് ഡാഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവളും ഇന്നത്തെ കാലത്തെ ആളുകളെ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞതോർക്കുന്ന അവനും പെട്ടെന്ന് തന്നെ ഫോണൊക്കെ എടുത്ത് നേരത്തെ അവളുടെ ഒപ്പം ഇരുന്ന് കളിച്ച ഗെയിമിലൊക്കെ കേറി നോക്കുകയാണ്. അതിലും ഡാഹൈ അവന്റെ ഫ്രണ്ടൊക്കെ ആയിരുന്നു. മാത്രമല്ല 2 മണിക്കൂർ മുമ്പ് അവളും ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും സൂചോളും ആകെ ഞെട്ടുന്നു. ഡാഹൈനെ കണ്ടെത്തുവാൻ സഹായിച്ചതിന് ഹോയോളുടെ അടുത്ത് കൂടി സൂചോൾ നന്ദി പറയുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.